ഈ വീഡിയോ എടുക്കുന്നത് ഇത്ര വലിയ പരിപാടിയാന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണപ്പാ. ഒന്ന് ഇവൻ, രണ്ടാമത്തത് ഇവൻ. രണ്ടുപേരെയും കൂടി ഒന്ന് ഒരുമിച്ച് കണ്ടാലോ നീ? സുന്ദരകുട്ടപ്പന്മാരല്ലേ? പക്ഷെ ഇതിൽ ആർക്കാണ് കൂടുതൽ ഭംഗി? ഇവനാണോ ഇവനാണോ? ഇവനാണ് അല്ലേ? അപ്പൊ എന്ത് ഇവൻ ഇത്ര ഭംഗി? ഇത് നോർമൽ പ്ലേറ്റഡ് സ്റ്റഡാണ്. ഇവൻ നമ്മുടെ ആന്റി ടാർണിഷ് ജ്വല്ലറിയാണ്. ആന്റി ടാർണിഷിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്ന ജ്വല്ലറിയാണ്. അപ്പൊ എന്താണ് ഈ ആന്റി ടാർണിഷ്? എന്താണ് ഈ പ്ലേറ്റിങ്ങിന് വ്യത്യാസം? എന്താണ് അത്ര ഷൈനിങ് കൂടുതൽ? ഇവന്റെ പ്രൈസ് റേഞ്ച് എന്തുകൊണ്ടാണ്? നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് ആന്റി ടാർണിഷ് ജ്വല്ലറി എന്ന് പറയുന്നത്. 12, 14, 16, 18K ഇങ്ങനെ പ്രധാനമായും 4 കാറ്റഗറിയിലുള്ള പ്ലേറ്റിംഗ് ആണ് നമ്മളിതിന് നടത്തുന്നത്. ഓരോ പ്ലേറ്റിംഗ് അനുസരിച്ച് അവന്റെ ഷൈനിങ് കൂടുകയും പ്ലസ് അവന്റെ ഡ്യൂറബിലിറ്റി നല്ലപോലെ നിലനിൽക്കുകയും ചെയ്യുന്നു. റസ്റ്റ് ചെയ്യാതെ, തുരുമ്പെടുക്കാതെ, നമുക്കധികം ഷൈനിങ് മങ്ങാതെ ഒത്തിരി നാളുകളോളം നമുക്ക് ഈ ജ്വല്ലറി ഉപയോഗിക്കാം. ഗോൾഡിന് ഇത്രയും വില കൂടി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ജ്വല്ലറിയാണ് ആന്റി ടാർണിഷ് ജ്വല്ലറി. ഇയറിങ്സ്, സ്റ്റഡ്സ്, അതുപോലെ ചെയിനുകൾ, ബ്രേസ്ലെറ്റ്സ്, അതുപോലെ തന്നെ പുതിയ ടൈപ്പ് ബാംഗിൾ ബ്രേസ്ലെറ്റ്സ്, റിങ്ങുകൾ, എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സും നമുക്ക് ഈ ആന്റി ടാർണിഷിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ തന്നെ സിൽവർ ജ്വല്ലറീസും ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ റോഡിയം പ്ലേറ്റിങ്ങോ ചെയ്യുന്ന ജ്വല്ലറീസ് നമുക്ക് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ പ്ലേറ്റിംഗ് അനുസരിച്ച് ഇവരുടെ പ്രൈസ് റേഞ്ചിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഷൈനിങ്ങിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഡ്യൂറബിലിറ്റി കൂടുന്നതിനനുസരിച്ച്, ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് പ്രൈസ് റേഞ്ച് കൂടിക്കൂടി വരും. ഇതിനെപ്പോഴും ഒരു മിനിമം പ്രൈസ് റേഞ്ച് ഉണ്ട്. അതിന് താഴെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് അല്ലെങ്കിൽ ആന്റി ടാർണിഷ് ആണ് എന്ന് പറഞ്ഞു തരുന്ന ജ്വല്ലറീസ് വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ഡബിൾ ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് യൂസ് ചെയ്യാം. സ്കിൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഒരു അലർജീസും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇനി നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചു. ഇനി അതിലേക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു, ബേബി ഷാമ്പു ആണ് നമ്മൾ കുറച്ചും കൂടി സജസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളതിൽ കുറച്ചും കൂടി കെമിക്കൽസ് എല്ലാം കൂടുതലായിരിക്കും. അപ്പം ഏതെങ്കിലും ഒരു ബേബി ഷാമ്പു അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പുവോ ഷവർ ജെല്ലോ യൂസ് ചെയ്യുക. നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മുടെ ആന്റി ടാർണിഷ് ജ്വല്ലറി അത് ഏതാണെങ്കിലും ഏത് പീസാണെങ്കിലും നമ്മൾ വെള്ളത്തിലോട്ട് ഇടാണ്. മിക്സ് ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മൾ ഇവനെ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വീക്കിലി വൺസ് നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ്. മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പുവോ ഷവർ ജെല്ലോ യൂസ് ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്യുക. അത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്കിത് എടുത്തു വയ്ക്കാം. അപ്പോൾ മാക്സിമം നമുക്ക് ഇതിൻ്റെ മേക്കേഴ്സ് പറയുന്നത്, അതായത് ഇതിൻ്റെ യഥാർത്ഥ മാനുഫാക്ചേഴ്സ് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 to 3 years വരെ നമുക്ക് വളരെ സുഖമായിട്ടത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇങ്ങനത്തെ ജ്വല്ലറീസ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എല്ലാവരിലേക്കും ഈ ഒരു ക്വാളിറ്റി ജ്വല്ലറി എത്തിക്കണം. ഫിനിഷിങ്ങോടുകൂടി നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഇത് വെയർ ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് നോക്കാം അല്ലേ? ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യാണ്. നമ്മളിതിൽ എഡിറ്റിംഗ് ഒന്നും ഇല്ല. ഓക്കെ, നല്ലൊരു വൃത്തിയുള്ള ടവൽ എന്താ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തുടയ്ക്കുക. കണ്ടോ, ഒരു കളറ് പോവുക, ഇളകുക, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും തന്നെ ഇല്ല. പ്യോർ ഷൈനിങ്ങോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ജ്വല്ലറി യൂസ് ചെയ്യാം. ഇങ്ങനെ തന്നെയാണ് ഈ ജ്വല്ലറി ഹാൻഡിൽ ചെയ്യേണ്ടതും സൂക്ഷിച്ചു വെക്കേണ്ടതും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആന്റി ടാർണിഷ് ജ്വല്ലറീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന് താഴെ നിങ്ങൾ DM ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസിൻ്റെ കമൻസ് നിങ്ങൾ താഴെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് എങ്ങനത്തെ ടൈപ്പ് പ്രോഡക്ട്സ് കൊണ്ടുവരണം, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നമ്മൾ മാക്സിമം എല്ലാ കമൻസിനും റിപ്ലൈ അയക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നമ്മുടെ പ്രോഡക്ട്സിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. വൺസ് അഗെയിൻ ഞങ്ങളെല്ലാവരും താങ്ക് യു പറയുന്നു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തതിന്, ഞങ്ങളുടെ പ്രൊഡക്ട്സ് ട്രസ്റ്റ് ചെയ്തതിന്, ഇത്രയും വലിയൊരു സ്വീകാര്യത ഈ ഒരു കുഞ്ഞ് ഓൺലൈൻ ജ്വല്ലറി പേജിന് തന്നതിന് ഞങ്ങൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് നിങ്ങളുടെ അടുത്ത്. ഇനിയും ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം. സോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാനും എക്സാക്റ്റ് റിവ്യൂസ് നമ്മുടെ അടുത്ത് പറയാനും സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. Have a nice day.